ഹായ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. വീഡിയോ എന്ന് പറയുന്നത് ഒരു ചക്കവരട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ചക്കവരട്ടി ഉണ്ടാക്കുന്നതിന് എടുത്തിരിക്കുന്നത് ഒരു പഴുത്ത നല്ല വരിക്കച്ചക്കയാണ്. പഴഞ്ചക്കയല്ല, വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയാകുമ്പോൾ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ചതീക അരയണമെന്നില്ല, എന്നാലും ഒരു പരുവത്തിൽ നന്നായിട്ട് അരയണം. ഇതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു വർഷത്തോളം വരെയും കേടുകൂടാതെ വെക്കാം. പക്ഷേ ഇതിന് കുറച്ച് മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഈ കുറച്ച് ചോളം മാത്രം എടുത്തിട്ട് കുറച്ചാക്കിയതാണ്. ഇതിനാവശ്യം വേണ്ടത് നെയ്യും നല്ല ശർക്കരയും അതുപോലെ പിന്നെ ഏലക്കാപ്പൊടിയും ഒക്കെ ഇടുമ്പോൾ അത് വരട്ടിയെടുക്കലാണ്. അത് നമ്മൾ വിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നെയ്യ് യോജിപ്പിച്ചെടുക്കണം. നെയ്യിൻ്റെ അകത്താണ് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് എടുത്തു അതിനകത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് കുറേശ്ശെ കൈവിടാണ്ട് നമ്മൾ ഇളക്കുന്നതിന് ഒരു അര ടീസ്പൂൺ വീതെങ്കിലും നെയ്യ് ഉറ്റിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് പൊടിയുള്ള വെല്ലമാണ്. പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര എന്ന് പറയും, അല്ലെങ്കിൽ വെല്ലം. അത് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇത് നല്ല വൃത്തിയുള്ള കഴുകിയ ചെറിയ പൊടികളുള്ള പൊടിയായിട്ടുള്ള വെല്ലമാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഒരുപാട് മറ്റുള്ള കല്ലും കാര്യങ്ങളൊന്നുമില്ല. ഒരു വലിയൊരു പാക്ക് അപ്പാട് വാങ്ങിയതാണ്. നല്ല വെല്ലാണ്, ഒരു കുഴപ്പമൊന്നുമില്ല അതിൻ്റെ. അപ്പോൾ അത് അരിച്ചെടുക്കണം എന്നൊന്നുമില്ല, അത്രയും വൃത്തിയുള്ള അതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് ഇട്ടു. പിന്നെ ഏലക്ക ഇതിൻ്റെ തോട് ഉപയോഗിക്കാൻ പാടില്ല, തോട് കളഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ എണ്ണയിൽ നമ്മൾ നെയ്യിൻ്റെ അകത്ത് വരട്ടിയെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈയെടുക്കാതെ ഇളക്കുന്നതിനനുസരിച്ചാണ് അതിന് ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ചെറിയ തീയിൽ നല്ല രീതിയിൽ അടച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ തുറന്ന് വെച്ച് നമുക്ക് വേവിച്ച് എടുക്കാവുന്നതാണ്. ഇത് കൈ എടുക്കാതെ ഇളക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അധികം തീയാക്കാണ്ട് ചെറിയ തീയിലാണ് ഇത് നമ്മൾ ഇളക്കിയെടുക്കുന്നത്. അതിന് ശേഷം അത് പാത്രത്തിൽ നിന്ന് അടന്നടന്ന് വരുന്ന പോലെ ആ ഒരു പരുവത്തിലാവും. നമ്മൾ മറ്റേ കിണത്തപ്പോൾ അതൊക്കെ ആക്കുന്ന അത്ര ആവണമെന്നില്ല, എന്നാലും ഏതാണ്ട് ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും ഇത് തണിഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ലാസ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ ലാസ്റ്റ്, അതായത് ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. പിന്നെ ലാസ്റ്റ് ഭാഗത്ത് ഒരു സ്പൂൺ നെയ്യ് ചേർക്കണം ഇറക്കി വെക്കാൻ നേരത്ത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരിവായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.